ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടി നിർത്താൻ മേടിച്ചിട്ട് പോയില്ലേ, നമുക്കൊരു ചായ കുടിച്ചേച്ച് വാങ്ങാം. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇന്നലെ മൂവാറ്റുപുഴ ബ്ലോക്ക് കവലയിൽ എറണാകുളത്ത് നിന്ന് പഠിത്തം കഴിഞ്ഞ് വന്ന ഒരു വിദ്യാർത്ഥി ബസ്സുകാർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചെന്ന് മാത്രമല്ല ബസ് നിർത്തിക്കൊടുക്കുന്നു എന്ന വ്യാജേന ബസ്സിന്റെ ഓട്ടോമാറ്റിക് ഡോർ തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തതിന്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ കേൾക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിന്റെ പേരിൽ ചിലപ്പോ നാളെ കേസ് എടുക്കുമായിരിക്കും. പേടിയൊന്നും ഇല്ല, ജയിലിൽ പോകണമെങ്കിൽ ജാമ്യം എടുത്തിട്ട് വരും കുറച്ച് ദിവസമൊക്കെ ഇടുന്നിട്ട്. ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരി താഴത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന സമീപനമാണ് ഡിവൈഎഫ്ഐ എടുത്തിട്ടുള്ളൂ. ഇത് അയ്യോ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചേ പറ്റൂ. ചായയോ കാപ്പിയോ? എന്നാ പിന്നൊരു ചായ ആയിക്കോട്ടെ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലേ, ഒരു ക്ലാസ് നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ, ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കാണ്ട് തുറന്നിറങ്ങൂലല്ലോ. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. തലേക്കോട് നീ കുടിച്ചാ കുടിക്കാ, വെള്ളം കുടിക്കൂടി അല്ലല്ല വെള്ളം കൂടി കുടിക്കാം, അതൊക്കെ കൂടി കുടിച്ചു പോയാൽ മതി. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലല്ല അത് സാറേ നാട്ടുകാരുടെ പൊതു വിഷയ, ഇത് നാട്ടുകാരുടെ പൊതു വിഷയ. ഈ വണ്ടി സ്പീഡോട്ട് പറഞ്ഞാൽ ആരും ഇടപെട്ടിട്ടില്ല. നീ കുടിച്ചേച്ച് പോയാൽ എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ട്. നമ്മളെ ഒരു 30 കിലോമീറ്റർ സ്പീഡിലോ ഹെൽമെറ്റ് വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കലോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലോ. ഈ വണ്ടിയൊക്കെ ഹെലികോപ്റ്റർ പോകണോ? പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല, അത് കുടിച്ചാൽ നിൽക്കുന്നതിന്റെ വണ്ടി വിടുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.